ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. ശ്രീ ഗുരുദേവ മാനവ മൈത്രി ട്രസ്റ്റിന്റെ 28ാമത് വാർഷിക പൊതുയോഗം നടന്നു. കുന്നംകുളം ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് നടന്ന യോഗത്തിൽ ട്രസ്റ്റ് അംഗങ്ങളിൽ 75 വയസ്സ് കഴിഞ്ഞവരെ ആദരിച്ചു. കുന്നംകുളം ഗവൺമെന്റ് UP സ്കൂളിലെ 4, 5, 6, 7 എന്നീ ക്ലാസുകളിൽ കൂടുതൽ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്കും ട്രസ്റ്റ് അംഗങ്ങളുടെ മക്കളിൽ 8, 9, 10, +2 എന്നീ ക്ലാസുകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളെയും വിദ്യാഭ്യാസ പ്രോത്സാഹന സമ്മാനം നൽകി ആദരിച്ചു. യോഗത്തിൽ ട്രസ്റ്റ് പ്രസിഡന്റ് KP പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി TP ബാലൻ, ഡോക്ടർ ശൈലപ്പൻ, KP ഉണ്ണികൃഷ്ണൻ, വിജയൻ നടുമുറി, MA രാമചന്ദ്രൻ, NS അശോകൻ, AD ഭവാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. അവിടെ കുടിശ്ശികയുണ്ട്. നമ്മളൊന്ന് വിചാരിക്കണം, ഒരു ചെറിയൊരു സ്ഥാപനത്തിൽ അത്രയും കാശൊക്കെ കുടിശ്ശികയുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നിലനിന്ന് പോകാൻ കഴിയും? ചെറിയൊരു സ്ഥാപനമാണ് അത്. ഈ കുറിയുടെ കമ്മീഷൻ കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. രണ്ടാൾക്ക് ശമ്പളം കൊടുക്കണം, അതിന്റെ ഫോൺ ചാർജ് കൊടുക്കണം, കറണ്ട് ബില്ല് അടയ്ക്കണം, ഇതൊക്കെ ഇതിനകത്ത് നടന്നു പോകണം. ഈ പൊതുയോഗത്തിലുള്ള ചെലവുകളൊക്കെ നടന്നു പോകേണ്ടതാണ്. അപ്പൊ നമ്മള് ഒടുവിൽ നമുക്ക് ഒരു നിർവാഹമില്ലാത്ത ഘട്ടത്തിൽ നമ്മൾ കേസ് കൊടുക്കാം. കേസിൽ വാറണ്ട് വെക്കാം. അദ്ദേഹത്തെ പിടിച്ചിട്ട് പോകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തി അദ്ദേഹത്തെ പിടിച്ച് പോലീസ് കൊണ്ടുപോയി. ഞങ്ങൾക്ക് കാര്യത്തിൽ വിഷമമുണ്ട്. പക്ഷെ നമ്മൾ അതിൽ സംഘടനയെ അല്ലെങ്കിൽ പ്രസ്ഥാനത്തെ പ്രതിനിധിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കുഞ്ഞുമക്കളുടെ ഇടയിലൊക്കെയാണ് നമ്മൾ പിടിച്ചിട്ട് പോയത്. അദ്ദേഹം കോടതി പോയി നമ്മൾ തന്നെ പൈസ കൊടുത്ത് അല്ലെങ്കിൽ 5000 രൂപ അടച്ച് അദ്ദേഹത്തിന് അവിടെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ വന്ന്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പഴയൊരു കേസിന്റെ പൈസ കൊടുക്കാനുള്ള വ്യക്തിയെ നമ്മൾ കാണുന്നില്ല. അദ്ദേഹം എവിടെയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആ കേസ് ഇപ്പോൾ മുനിസിപ്പാലിറ്റി വന്നിരിക്കുന്ന മുനിസിപ്പൽ കേസുകൾ ആവശ്യമില്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ ആളുകൾ വന്ന് പറഞ്ഞ് നമുക്ക് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാവരും വാറണ്ട് വെക്കണം. ആഴ്ചയിലും വാറണ്ട് വെക്കുന്നത്. അപ്പൊ ഈ വാറണ്ട് വെത്തൊക്കെ നമ്മൾ അടയ്ക്കണം. അങ്ങനെ ഒരു അവസ്ഥയിൽ കഴിഞ്ഞ ദിവസം ഒരു ജാമ്യക്കാരന്റെ വീട്ടിൽ പോയിരുന്നു ഞങ്ങള്. ആമീനാണ്. അപ്പൊ ലേഡീസാണ്. ഇപ്പൊ ഒരു 3-4 ആമിയമാര് ലേഡീസാണ്. ലേഡീസിനൊക്കെ 9 മണിക്ക് ശേഷം മാത്രം വരാൻ പറ്റുള്ളൂ. അപ്പൊ ലേഡീസ് വാറണ്ട് ചെല്ലുമ്പോൾ അവരുടെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങൾ പൈസ കൊടുക്കാതെ, ഞങ്ങൾ ഈ പ്രസ്ഥാനത്ത് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അവരും കൂടി പോരും. അപ്പൊ നമ്മൾ പറഞ്ഞ് ലേഡീസിന്റെ കൂടെ പോരാൻ നമുക്ക് താല്പര്യമില്ല, ജെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ പോരാം, 7 മണിക്ക് നമുക്ക് വാറണ്ടിന് പോകണം, അങ്ങനെയാണെങ്കിൽ മതിയെന്ന് നമ്മൾ നിർബന്ധപൂർവ്വം നമ്മൾ വക്കീലായിട്ട് സംസാരിച്ച് പറഞ്ഞപ്പോൾ നമ്മളിപ്പോ നമ്മളെ പ്രദേശത്തുള്ള ഒരു ആമീനോട് വന്നിട്ടുണ്ട്, ഒരു ജെന്റ്സ് ഒരാൾ വന്നിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് നമ്മളൊരു കടക്കാരന്റെ വീട്ടില് നമ്മൾ ചെന്നു.